അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 6ാം ക്ലാസ്സിലെ തജ്വീദിൻ്റെ 5ാമത്തെ പാഠം, അദ്ദർസുൽ ഖാമിസ്, പാഠം 5, അൽ ഇഖ്ലാബു വൽ ഇഖ്ഫാ. ഇഖ്ലാബിൻ്റെയും ഇഖ്ഫായിൻ്റെയും നിയമങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പാഠമാണ്. നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ സുക്കൂനായ നൂനിൻ്റെയും തൻവീനിൻ്റെയും ഇൽഹാർ, ഇദ്ഗാം എന്നീ നിയമങ്ങളെക്കുറിച്ച് പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇഖ്ലാബ്, ഇഖ്ഫാ എന്നീ നിയമങ്ങളാണ്. സുക്കൂനുള്ള നൂനിൻ്റെയോ തൻവീനിൻ്റെയോ ശേഷം ബാ എന്ന അക്ഷരം വന്നാൽ നൂനിനെയും തൻവീനിനെയും മീമാക്കി മാറ്റി ഗുന്നത്ത് ചെയ്ത് ഉച്ചരിക്കണം. ഇതിന് ഇഖ്ലാബ് എന്ന് പറയുന്നു. സുക്കൂനുള്ള നൂനിൻ്റെയോ തൻവീനിൻ്റെയോ ശേഷം ബാ എന്ന അക്ഷരം വന്നാൽ നൂനിനെയും തൻവീനിനെയും മീമാക്കി മാറ്റി ഗുന്നത്ത് ചെയ്ത് ഉച്ചരിക്കണം. ഇതിന് ഇഖ്ലാബ് എന്ന് പറയുന്നു. താഴെയുള്ള ഉദാഹരണങ്ങൾ നമുക്ക് വായിച്ച് നോക്കാം. ബ എന്ന അക്ഷരം സുക്കൂനായ നൂനിൻ്റെ ശേഷം വന്ന ഉദാഹരണമാണ് മിൻ ബഅദി. ഇവിടെ മിൻ ബഅദി എന്നാണുള്ളത്. സുക്കൂനായ നൂനിൻ്റെ ശേഷം ബാ വന്നതുകൊണ്ട് ബാഇനെ മറിച്ച് മീമാക്കി മാറ്റണം. അപ്പോൾ മിൻ എന്നതിൻ്റെ ശേഷം നമുക്ക് നോക്കാം. സുക്കൂനായ നൂനിനെ മറിച്ച് മീമാക്കി ഉച്ചരിക്കണം. സുക്കൂനായ നൂനിൻ്റെ ശേഷം ബാ വന്നതുകൊണ്ട് സുക്കൂനായ നൂനിനെ മറിച്ച് മീമാക്കി മാറ്റണം. നമുക്ക് നോക്കാം. മിൻ എന്നുള്ളത് മിം എന്ന് ഉച്ചരിക്കണം. മിം ബഅദി, മിം ബഅദി. നമുക്കിത് വായിക്കുമ്പോൾ തന്നെ ഉച്ചാരണത്തിൽ മനസ്സിലാവും. കിറാമിൻ ബററ, കിറാമിൻ ബററ. ഇവിടെ മിൻ എന്നുള്ളതിനെ മിം എന്ന് ഉച്ചരിക്കുന്നു. സുക്കൂനുള്ള നൂനിനെയും തൻവീനിനെയും അവ്യക്തമാക്കി ഗുന്നത്ത് ചെയ്ത് ഉച്ചരിക്കുന്നതിന് ഇഖ്ഫാ എന്ന് പറയുന്നു. സുക്കൂനുള്ള നൂനിനെയും തൻവീനെയും അവ്യക്തമായി ഗുന്നത്ത് ചെയ്ത് ഉച്ചരിക്കുന്നതിന് ഇഖ്ഫാ എന്ന് പറയുന്നു. നൂനിൻ്റെയോ തൻവീനിൻ്റെയോ ശേഷം താഴെ കാണുന്ന 15 അക്ഷരങ്ങളിൽ ഒന്ന് വന്നാലാണ് ഇഖ്ഫാ ചെയ്യേണ്ടത്. അഥവാ 15 അക്ഷരങ്ങളാണ് ഇഖ്ഫാ ചെയ്യേണ്ട അക്ഷരങ്ങൾ. ആ അക്ഷരങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. താ, സാ, ജീം, ദാൽ, ദാൽ, സായ്, സീൻ, ഷീൻ, സ്വാദ്, ലോദ്, ത്വാ, ലാ, ഫാ, ഖാഫ്, കാഫ്. ഇതാണ് 15 അക്ഷരങ്ങൾ. ചില ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. ഹുറൂഫുൽ ഇഖ്ഫാ, ഇഖ്ഫായിൻ്റെ അക്ഷരങ്ങൾ. സാക്കിനായ നൂനിൻ്റെയും അതേപോലെ തൻവീനിൻ്റെയും ഉദാഹരണങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട്. താ, മിൻ തഫാവുത്തിൻ, മിൻ തഫാവുത്തിൻ. കണ്ട, സുക്കൂനായ നൂനിൻ്റെ ശേഷം താ വന്നു. അവിടെ നമ്മൾ ഇഖ്ഫാ ചെയ്ത് ഉച്ചരിച്ചു. മിൻ തഫാവുത്തിൻ. അടുത്തത് ഹില്ലതൻ തൽബസൂനഹ, ഹില്ലതൻ തൽബസൂനഹ. സായിൻ്റെ ഉദാഹരണമാണ് വൽ ഉൻസ മാഅൻ സജ്ജാജ. ജീമിൻ്റെ ഉദാഹരണം മിൻ ജൂഇൻ ഐനുൻ ജാരിയ. ദാലിൻ്റെ ഉദാഹരണം മിൻ ദൂനിഹി വകഅസൻ ദിഹാഖ. ദാലിൻ്റെ ഉദാഹരണമാണ് തുൻദിർഹും അസീസുൻ സൂ ഇന്തിഖാം. സീൻ്റെ ഉദാഹരണം അൽ ഇൻസാനു ഖംസത്തുൻ സാദിസുഹും. ഷീൻ്റെ ഉദാഹരണം മിൻ ഷൈഇൻ ഷൈഇൻ ഷഹീദ്. സ്വാദിൻ്റെ ഉദാഹരണം മൻസൂറൻ ബിരീഹിൻ സർസരിൻ. ലാദിൻ്റെ ഉദാഹരണം മൻലൂദ് ഖിസ്മത്തുൻ ലീസ. താഇൻ്റെ ഉദാഹരണം അൻ തബഖിൻ കശജറത്തിൻ ത്വയ്യിബ. ലാഇൻ്റെ ഉദാഹരണം യൻളുറൂന
ഖുറാൻ ളാഹിറതൻ. ഫായിൻ്റെ ഉദാഹരണം അൻഫുസകും തബഅൻ ഫഹൽ. ഖാഫിൻ്റെ ഉദാഹരണം മിൻ ഖബ്ലു ഷൈഇൻ ഖദീർ. കാഫിൻ്റെ ഉദാഹരണം ഇൻ കുൻതും ളലാലിൻ കബീർ. ഇവിടെയുള്ള സുക്കൂനായ നൂനിൻ്റെയും തൻവീൻ്റെയും ശേഷം വന്ന 15 അക്ഷരങ്ങൾക്ക് ഇഖ്ഫാ അഥവാ മറച്ച് മണിച്ച് ഓതുക എന്നുള്ള നിയമമാണ്, ഇഖ്ഫാ എന്ന നിയമമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. നമുക്ക് തദ്രീബാത്തിലുള്ള ഭാഗം നോക്കാം. തദ്രീബാത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം ഉത്തരം എഴുതുക എന്നുള്ളതാണ്. ചോദ്യം 1, ഇഖ്ലാബ് എന്നാൽ എന്ത്? ഇഖ്ലാബ് എന്നാൽ എന്ത്? ഉത്തരം സുക്കൂനായ നൂന്, തൻവീന് എന്നിവയെ മീമാക്കി മാറ്റം. സുക്കൂനായ നൂനിനെയും തൻവീനിനെയും മീമാക്കി മാറ്റുന്നതിനെയാണ് ഇഖ്ലാബ് എന്ന് പറയുന്നത്. അതായത് സുക്കൂനായ നൂനിൻ്റെയും തൻവീൻ്റെയും ശേഷം ബാ എന്ന അക്ഷരം വന്നാൽ അവിടെയുള്ള സുക്കൂനായ നൂനിനെയും തൻവീനിൻ്റെ ഭാഗത്തെയും മീമാക്കി ഉച്ചരിക്കുന്നു. ഇതിന് ഇഖ്ലാബ് എന്ന് പറയുന്നു. ചോദ്യം 2, ഇഖ്ഫാ എന്നാൽ എന്ത്? സുക്കൂനായ നൂന്, തൻവീന് എന്നിവയെ അവ്യക്തമായി ഉച്ചരിക്കൽ. സുക്കൂനായ നൂനിനെയും തൻവീനിനെയും അവ്യക്തമായി ഉച്ചരിക്കുന്നതിനാണ് ഇഖ്ഫാ എന്ന് പറയുന്നത്. 15 അക്ഷരങ്ങൾ വന്നാലാണ് ഇങ്ങനെയുള്ള നിയമങ്ങൾ വരുന്നത്. ചോദ്യം 3, ഇഖ്ഫായിൻ്റെ അക്ഷരങ്ങൾ എത്ര? 15. ഇഖ്ഫായിൻ്റെ അക്ഷരങ്ങൾ 15. ചോദ്യം 4, ഇഖ്ഫായിൻ്റെ അക്ഷരങ്ങൾ ഏതെല്ലാം? ഉത്തരം താ, സാ, ജീം, ദാൽ, ദാൽ, സായ്, സീൻ, ഷീൻ, സ്വാദ്, ളാദ്, ത്വാ, ളാ, ഖാ, ഫാ, ഖാഫ്, കാഫ്. ഈ 15 അക്ഷരങ്ങളാണ്. ചോദ്യം 5, ഇഖ്ലാബിൻ്റെ അക്ഷരങ്ങൾ ഏവ? ഒരക്ഷരമാണ് ബാ എന്ന അക്ഷരമാണ്. ഇഖ്ലാബിൻ്റെ അക്ഷരം ഒറ്റ അക്ഷരമാണ് ബാ എന്നുള്ള അക്ഷരം. നമുക്ക് ഈ ആഴ്ചയിൽ വന്ന ഖുർആൻ പാഠഭാഗത്ത് നിന്ന് ഇഖ്ഫായിൻ്റെ ഓരോ അക്ഷരങ്ങൾക്കും ഓരോ ഉദാഹരണങ്ങൾ വീതം കണ്ടെത്തി എഴുതാം എന്നുള്ളതാണ്. നമുക്ക് നോക്കാം. സൂറത്ത് ആൽ ഇംറാനിലെ ചില ഉദാഹരണങ്ങളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. താ, അൻത, സാ, ഉൻസ, ജീം, വൽ ഇൻജീൽ, ദാൽ, ഇൻദി, ദാൽ, അസീസുൻ ദു ഇന്തിഖാം, സായ്, വഅൻസൽനാ, സ്വാദ്, അൻസാറുല്ലാഹ്, ളാദ്, മൻദൂദ്, ത്വാ, ദുർരിയതൻ ത്വയ്യിബ, ളാ, യൻളുറൂന, ഫ, ഷൈഉൻ ഫിൽ അർളി, ഖാഫ്, മിൻ ഖബ്ലിഹിം, സീൻ, മിൻ സൂ, ഷീൻ, മിൻ ശർരി, കാഫ്, മിൻ ലദുൻക. ഇതെല്ലാം അതിൻ്റെ ഉദാഹരണങ്ങളാണ്. ഖുർആൻ തുറന്നു നോക്കിയാൽ തന്നെ നമുക്ക് സുക്കൂനായ നൂനിൻ്റെയും തൻവീൻ്റെയും ഒരുപാട് ഉദാഹരണങ്ങൾ കാണാൻ കഴിയും. ആ ഉദാഹരണങ്ങളൊക്കെ അതിൻ്റെ നിയമങ്ങൾ എന്താണ് എന്ന് നാം സ്വന്തമായി മനസ്സിലാക്കി നമ്മൾ പഠിക്കുക. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. വാഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.